Meet the editors. അസാധാരണ ജയമോ എന്നാണ് ചോദ്യം. സ്മൃതി, 2010 JDU ഇതിനേക്കാൾ വലിയ വിജയം നേടിയിട്ടുണ്ട്. 206 സീറ്റുകളിലോ മറ്റോ ആണ്. പക്ഷേ മാറിയ സാഹചര്യത്തിൽ, അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ബീഹാർ വളരെ ക്രൂഷ്യലായ ഒരു ഹിന്ദി ഹൃദയഭൂമിയിലെ സ്റ്റേറ്റായി മാറിയതിനു ശേഷം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വിജയമാണ്. ഇതൊരു അസാധാരണ വിജയമാണ്. ഇതൊരു അസാധാരണ വിജയമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രീതിയിൽ ഇതിൽ രണ്ട് കാര്യങ്ങളാണല്ലോ ഇപ്പോൾ മഹാഗഠബന്ധൻ പറയുന്ന ആരോപണങ്ങൾ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ഉന്നയിച്ച ചില ആരോപണങ്ങൾ, അതവിടെ ഗൗരവത്തോടെ തന്നെ കിടക്കുന്നു. അതായത് SIR-മായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളും വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ കിടക്കുന്നു. അത് ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ അത് മാത്രമാണോ ഘടകമെന്നുള്ള കാര്യമുണ്ടല്ലോ. ഇപ്പുറത്ത് ഈ പറയുന്ന NDA സഖ്യം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളതാണ്. നിതീഷ് കുമാറിനെ വിഴുങ്ങുന്നു, BJP വിഴുങ്ങും എന്നുള്ളൊക്കെ ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ ഈ സമീപകാലത്തൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ JDU മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. BJP 74 നിന്നാണ് 90-ലേക്ക് എത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരിക്കുന്നത്. കോൺഗ്രസ് 19 നിന്ന് എത്തിയിരിക്കുന്ന 6-ലേക്കാണ്. JDU 43 നിന്നും 84-ലേക്ക് ഉയരുകയാണ് ചെയ്തത്. LJP ആകട്ടെ 1 നിന്ന് 22-ലേക്ക് ഉയരുകയാണ് ചെയ്തത്. RJD 75 നിന്നും 26-ലേക്ക് താഴുകയാണ് ചെയ്തിരിക്കുന്നത്. CPIM-ഉം CPI-ML-ഉം എല്ലാം ചേർന്ന് ആകെ 2ആണ്. CPI-ML നേരത്തെ 12 ഇടത്ത് വിജയിച്ചിരുന്നു. ആ രൂപത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇത്ര വലിയൊരു പതനത്തിലേക്ക് എത്തിയതെന്ന് നോക്കുമ്പോൾ അവരുടെ വീഴ്ച കൂടി പരിശോധിക്കേണ്ടതുണ്ടല്ലോ. എങ്ങനെയാണ് അവർ പരാജയപ്പെടുന്നത്? അപ്പോൾ ഇപ്പുറത്ത് ഈ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ 12% അവിടെ സ്ത്രീ വോട്ടർമാർ കൂടുതലായി വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഘടകമാണ് നിൽക്കുന്നത്. അപ്പോൾ സ്ത്രീ വോട്ടർമാർ നേരത്തെ തന്നെ നിതീഷ് കുമാറിനെ പിന്തുണച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പൂർണ്ണമായും വന്ന് വീണിരിക്കുന്നു. നിതീഷ് കുമാറിൽ വിശ്വാസം രേഖപ്പെടുത്തി ഇരിക്കുന്നു പറയുമ്പോൾ അപ്പുറത്തെ വാഗ്ദാനങ്ങൾ എന്താണ്? ഒരു വീട്ടിൽ ഒരാൾക്ക് സർക്കാർ ജോലി, എത്രത്തോളം അത് പ്രായോഗികമാണെന്ന് ചോദ്യമുണ്ടല്ലോ. ഒരു വീട്ടിൽ ഒരാൾക്ക് സർക്കാർ ജോലി എന്നുള്ളത് വെറുതെ ഒരു പ്രകടന പത്രികയിലൊരു വാഗ്ദാനം മാത്രമാവുകയും അത് നടപ്പാകുമോ എന്ന് സംശയം തോന്നുന്ന ഒരു കാര്യം അവിടെ നിൽക്കുകയാണ്. അതൊരു വാഗ്ദാനമാണ്. അപ്പുറത്ത് വാഗ്ദാനത്തിന് മുൻപ് തന്നെ 2 മാസം മുൻപ് അവിടെ 10,000 രൂപ ഇടാൻ സാധിച്ചിരിക്കുന്നു. വേറെയും വികസന പദ്ധതികളുണ്ട്. ഇപ്പോൾ അദ്ദേഹം 20 വർഷമായി ഭരിക്കുന്നു. ചെറിയ പെൺകുട്ടികളായിരുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സൈക്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നിതീഷ് കുമാർ. ആ സൈക്കിൾ കിട്ടിയ പെൺകുട്ടികൾ ഇപ്പോൾ മുതിർന്ന സ്ത്രീകളായി. ആ മുതിർന്ന സ്ത്രീകളായവർക്ക് ഇപ്പോൾ അത് 10,000 കൂടി കിട്ടുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊപ്പമുണ്ട് ഇദ്ദേഹം, സുശാസൻ ബാബു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതായത് നല്ല ഭരണം കാഴ്ചവെക്കുന്ന നേതാവ്. അപ്പോൾ അങ്ങനെ ഒരു പേര് അദ്ദേഹത്തിനുണ്ട്, അങ്ങനെ ഒരു വിശ്വാസം സ്ത്രീകൾക്കുണ്ട്. ആ ഘടകം കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷേ വേറെയും ചില ഘടകങ്ങളുണ്ട്. നമ്മൾ ഈ നഗരത്തിലെ വലിയ വികസനം കാണുന്നു, നഗരത്തിലെ വലിയ വികസന പദ്ധതികൾ കാണുന്നു, വലിയ പ്രഖ്യാപനങ്ങൾ കാണുന്നു. അപ്പോൾ അതാ ബീഹാറിലേക്ക് ഒരുപാട് പദ്ധതികൾ വരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഗ്രാമങ്ങളിലേക്ക് പോയാൽ എന്താണ് സ്ഥിതി? ദരിദ്രരിൽ ദരിദ്രരാണ്, മഹാദരിദ്രരാണ്. അപ്പോൾ ആ ദരിദ്രരായ ജനതയുടെ ജീവിത സാഹചര്യം ഇത്ര വർഷം 20 വർഷമായിട്ടും അങ്ങനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടെന്നൊരു ചോദ്യമുണ്ട്. ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ ഈ റോഡിനരികിലൊക്കെ വിസർജിച്ച് നിൽക്കുന്ന കുട്ടികളെ കാണാം. അത്രയ്ക്കും കൊടും ദാരിദ്ര്യമാണ്. 99,000-ഓളം യുവാക്കളിലും അന്യ സംസ്ഥാനങ്ങളിൽ പോയി ജോലിയെടുക്കുകയാണ്. അപ്പോൾ യൂത്തും വനിതകളും എന്നാണല്ലോ ഇപ്പോൾ മോദി വിജയപ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പോൾ യൂത്തിനെ എത്രത്തോളം പരിഗണിച്ചിട്ടുണ്ട്? അപ്പോൾ ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ കഴിയുന്ന യുവാക്കൾ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവരെ എങ്ങനെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നത് പ്രധാന ഘടകമാണ്. അപ്പോൾ അതിലെന്ത് ചെയ്തിരിക്കുന്നു? അപ്പോൾ പണത്തിൻ്റെ ഒഴുക്ക് അവിടെയുണ്ട്. കോടികളുടെ 67,000-ഓളം കോടി രൂപ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്രം ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിന് ഫണ്ടുണ്ട്, കേന്ദ്രം ആ പണം ഒഴുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പുകളിൽ. അതൊരു രീതിയായി മാറിയിരിക്കുകയാണ്. ആ പണത്തിൻ്റെ ഒഴുക്കിൽ ഇപ്പോൾ കിട്ടുന്ന പണം എന്നുള്ളത് ഏത് കൊടും ദരിദ്രനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവർ ഇപ്പോൾ കിട്ടുന്നത് വാങ്ങുന്നു, അതിന് വോട്ട് ചെയ്യുന്നു. ഇതൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്ന മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത് ആം ആദ്മി പാർട്ടി ഒന്നല്ല, ജയലളിതയുടെ കാലത്ത് നമ്മൾ കേൾക്കുന്നതാണ്. അന്നൊക്കെ മൂക്കത്ത് വിരൽ വെച്ചവർ ഇപ്പോൾ അത് നടപ്പാക്കിയാണ്. അത് വിജയിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇതൊരു അപകടകരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഈ അപകടകരമായ സാഹചര്യം എന്നാൽ തെരഞ്ഞെടുപ്പിന് തന്നെ അർത്ഥമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പുറത്ത് പ്രതിപക്ഷം ഐക്യത്തോടെ നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ആ ഐക്യം, അതായത് ബീഹാർ എത്രത്തോളം നിർണായകമാണ് എന്നവർ എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടും ആ നിർണായക സാഹചര്യം എങ്ങനെയാണ് അവർ ഉപയോഗിച്ചതെന്നുള്ളതാണ്. ഒരു പാർട്ടി ഓഫീസ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഒരുമിച്ച് ഒരു ഏകോപനം, തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഏകോപനത്തിന് ഓഫീസ് ഉണ്ടായിരുന്നില്ല. അപ്പുറത്ത് നോക്കുമ്പോൾ അവിടെ ഓഫീസുണ്ട്, എന്ത് സംശയങ്ങളും മറുപടി നൽകാൻ ഉദ്യോഗസ്ഥരുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്. ഇതിൽ അങ്ങനെ ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥി നിർണയം ഒറ്റയ്ക്ക് നടത്തുന്നു, 12 ഇടത്ത് തമ്മിൽ മത്സരിക്കുന്നു. അപ്പോൾ നിർണായകമായ പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ കാണാനില്ല.
രാഹുൽ ആ സമയത്ത് വിദേശത്തായിരുന്നു. അങ്ങനെ നിർണായകമായ ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ കാണുന്നില്ല. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൊണ്ടുവരികയും മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് പറയുകയും ഒക്കെ രാഹുൽ ചെയ്യുന്നുണ്ടെങ്കിലും ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രൂപത്തിലേക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നു എന്നൊരു വിഷയമുണ്ട്. അതിൽ പാർട്ടിക്ക് അടിത്തറയുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. കോൺഗ്രസിന് എത്രത്തോളം ബീഹാറിൽ അടിത്തറ? ഇതൊക്കെ പല സംസ്ഥാനങ്ങളിലായി അനുഭവിച്ചിട്ടാണ് ബീഹാറിൽ എത്തിയിരിക്കുന്നത്. ഒരു പുതിയ കാര്യമല്ല. അപ്പോൾ ഇനി അങ്ങോട്ട് എത്ര സമയം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ BJP ഓർന്നു ഇനി ഞങ്ങൾ അടുത്തത് ബംഗാളാണെന്ന് പറയുകയാണ്. കേരളമാണ്, തമിഴ്നാടാണ്, ബംഗാളാണെന്നാണ് അടുത്തായി പറഞ്ഞിരിക്കുന്നത്. കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, ശരി തന്നെ. പക്ഷേ ബംഗാളിനെയാണ് അടുത്തായി ലക്ഷ്യം വെക്കുന്നത്. കാരണം ഈ SIR-മായി ബന്ധപ്പെട്ടൊക്കെ അവിടെ ഒരു പ്രതിഷേധമുണ്ടല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനി പ്രതിപക്ഷം വേറെ തന്ത്രങ്ങൾ മെനയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്താ പറയുക, മഹാഗഠബന്ധൻ എന്ന രൂപത്തിൽ നിൽക്കുന്നു എന്ന് പറയുക, പക്ഷേ അത് യഥാർത്ഥത്തിൽ പ്രാവർത്തികമാകാതിരിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അങ്ങേയറ്റം നിരാശാജനകമായ തെരഞ്ഞെടുപ്പാണ്, ജനാധിപത്യത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഓക്കെ, നമുക്കിപ്പം പിയാസുൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ഞാൻ പിയാസുലിലേക്ക് വരാം, അതിന് മുമ്പ് ജിമ്മിയിലേക്ക് എത്തിയാൽ. ജിമ്മി, ഇതൊരു അസാധാരണമായ വിജയമാണോ? എത്ര ദൂരവ്യാപകമായ ഫലമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്ത് ഇമ്പാക്റ്റാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്? ഡെവസ്റ്റേറ്റിംഗ് എന്നുള്ളതാണ് ഒറ്റ വാക്ക്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഇരുന്നിട്ട് ഈ ഞാൻ പറഞ്ഞ ഡെവസ്റ്റേറ്റിംഗ് ആയാലും അസാധാരണം എന്ന് പറഞ്ഞാലും നമുക്കിത് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു വിഷയം. കഴിഞ്ഞ ദിവസം പോലും ഇത്രയും വലിയ വിജയം അത് BJPക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അമിത്ഷായ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ആർക്കും എക്സിറ്റ് പോൾസിനും പറ്റിയില്ല. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇരുന്ന് നമുക്ക് ഒരു കാര്യം പറയേണ്ട അതുകൊണ്ട് തോറ്റു, അടുത്ത കാര്യം പറഞ്ഞാൽ അതുകൊണ്ട് തോറ്റു, ഏത് പറഞ്ഞാലും ശരിയാവും. കാരണം അമ്പയെ പരാജയപ്പെട്ട് തകർന്നു കിടക്കുന്ന ഒരു സംഘടനയെക്കുറിച്ചും ഒരു മുന്നണിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് എത്രത്തോളം അതിനകത്ത് ശരിയുണ്ടാകുമെന്ന് നമുക്കറിയില്ല. എങ്കിലും പറഞ്ഞു നോക്കാം എന്നുള്ളതേ ഉള്ളൂ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത്. കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പെടലേക്ക് അത് വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഇന്ത്യയിൽ ഇനി അത് ചിലവാകാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് വോട്ട് ചോറി ആരോപണം 8 നിലയിൽ പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്. അതിനുശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ കൺക്ലൂസീവായ തെളിവുകളോടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞ കാര്യം ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ വെച്ച് കഴിഞ്ഞ 5-6 മാസമായി കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന പ്രതിപക്ഷത്തിൻ്റെയും മറ്റ് കുറേ മാധ്യമങ്ങളിലേക്ക് പിന്തുണയോടെ കൊണ്ടുവന്ന ഒരു കാര്യം തെരഞ്ഞെടുപ്പിൽ ഏഷ്യയിലെന്ന് മാത്രമല്ല അതിദയനീയമായി തോൽക്കുന്ന ഒരു കാഴ്ചയാണ്. 4-6-2 കോൺഗ്രസിൻ്റെ സീറ്റ് എത്രയാണ് നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. അവസാനം 6 പറയുന്നു. എന്ന് മാത്രമല്ല 10% വോട്ടിൻ്റെ വ്യത്യാസമാണ് രണ്ട് മുന്നണികൾ തമ്മിലുള്ളത്. ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും. 49% NDA മുന്നണിയുടെ വോട്ട്, ഇപ്പുറത്ത് 38 അടുത്ത് കിടന്ന് കിതയ്ക്കുന്നതേ ഉള്ളൂ. അൺബിലീവബിൾ വിക്ടറി. ഇതിനകത്ത് എല്ലാവരും പറയുന്ന 10,000 വോട്ടിൻ്റെ 10,000 രൂപയുടെ എല്ലാ വീട്ടമ്മമാർക്കും കൊടുത്ത പണം, അതുപോലെ തന്നെ വിവിധ പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് ഫാക്ടറായിട്ടുണ്ട്. അതിനകത്ത് സംശയമൊന്നുമില്ല. ഈ ഫ്രീ ബീസ് എന്ന് പറയുന്നതിനെ കുറച്ചു കാലം മുമ്പ് വരെ കളിയാക്കിക്കൊണ്ടിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളും പാർട്ടിയും മുന്നണിയും ഇപ്പോൾ കാര്യമായി ഇതിൽ വിശ്വസിക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അതിന് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഇത്രയും ഉണ്ടാകുമെന്ന് അറിയില്ല, പക്ഷേ അത് സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ കോവിഡിന് ശേഷം ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതാവസ്ഥകൾ മുഴുവൻ തകർന്ന് നിലംപരിശായിരിക്കുകയാണ്. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ ഫ്രീ ബീസ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. കാരണം അത്രയും മോശം അവസ്ഥയിലാണ് ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാർ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഒരു മിഡിൽ ക്ലാസ്സിന് താഴേക്കുള്ള മനുഷ്യരുടെ മുഴുവൻ അവസ്ഥ ഇങ്ങനെയാണ്. ആ വീട്ടിലേക്ക് ഒരു 2,000 രൂപ മുതൽ 10,000 രൂപയോ കുറച്ച് കൂടുതൽ പണമോ കിട്ടിയാൽ അതൊരു വലിയ കാര്യമാണ്. ഈ വോട്ട് ചോരിയോ അത് സംബന്ധിച്ചുള്ള തട്ടിപ്പുകളെക്കുറിച്ചൊന്നും ജനങ്ങൾക്ക് വിഷയമേ അല്ല. 2020 മുമ്പുള്ളതിനേക്കാൾ ജനങ്ങൾക്ക് ഇപ്പോൾ അത് വിഷയമല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. കാരണം ജീവിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടുന്ന, തൊഴിലില്ലായ്മ അതിഭീകരമായി കൂടി നിൽക്കുന്ന, നാണയപ്പെരുപ്പം കൂടി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. അവിടെ ഒരു 10,000 രൂപ ഒരു വീട്ടിലെത്തുക എന്ന് പറഞ്ഞാൽ ആ 10,000 രൂപ സത്യത്തിൽ അത് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഈ 10,000 രൂപ കൊണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തുമോ? ഇതൊരു വലിയ പദ്ധതിയാണ്. ഇതിനുശേഷം 2 ലക്ഷം രൂപ കൊടുക്കും, മര്യാദയ്ക്ക് അവർ ജോലി ചെയ്യുകയാണെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. 10,000 രൂപ ഫ്രീ ബി ആയിട്ട് വെറുതെ കൊടുത്താണെന്ന് തന്നെ വിചാരിച്ചോളൂ. ആ 10,000 രൂപയ്ക്ക് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അതോടൊപ്പം BJPക്ക് എതിരെ നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ജാതി സമവാക്യങ്ങൾ അമ്പയെ തകർന്ന കാഴ്ചയാണ് കണ്ടത്. എത്രയോ കാലമായി യാദവ് മുസ്ലിം കോമ്പിനേഷനിൽ മത്സരിച്ചു കൊണ്ടിരുന്ന ഒരു മുന്നണി, ഒരു പാർട്ടി, ഇന്ത്യ സഖ്യം, RJD ഇത്തവണ മുസ്ലിം സ്ഥാനാർത്ഥികളെ കുറയ്ക്കുകയാണ് ചെയ്തത്. അവിടുന്ന് തന്നെ അടി പതറുകയാണ്. യാദവർ തിരിച്ചു വരുന്നെന്ന് വിചാരിച്ചതോടുകൂടി ബീഹാറിനൊരു പ്രത്യേകത, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആണ്ട് 22% ഈ 22% എക്സ്ട്രീം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, ഈ 22% NDA സഖ്യത്തിൻ്റെ ആണിക്കല്ലായി മാറുകയും BJP മേൽസമുദായ വോട്ടുകൾ അല്ലാതെ തന്നെ പിടിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി
അപ്രതിരോധമായ ഒരു വലിയ കോട്ടയായി മാറുകയായിരുന്നു NDA സഖ്യം ബീഹാറിൽ. അതാണ് പരാജയത്തിൻ്റെ ആക്കം വർദ്ധിപ്പിച്ചത്. ഇതൊന്നും പോരാത്തതിന് അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി കിഴക്കൻ ബീഹാറിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ 25 സ്ഥാനാർത്ഥികളാണ് നിർത്തിയത്. അതിൽ ആ 25 സ്ഥാനാർത്ഥികൾ നിർത്തിയതിൽ 6 അവർ ജയിച്ചു. 9 40% മുസ്ലിങ്ങളുള്ള ഒരു മേഖലയാണ്. അവിടെ 6 തോൽപ്പിച്ചത് മഹാഗഠബന്ധൻ്റെ സ്ഥാനാർത്ഥികളെ തന്നെയായിരുന്നു, ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളെ തന്നെയായിരുന്നു. അങ്ങനെ തൊടുന്നതെല്ലാം പിഴയ്ക്കുന്ന എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞുപോയ ഒരു തെരഞ്ഞെടുപ്പായി വേണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ അതിനെ വിലയിരുത്താൻ. ഇതിനകത്ത് ക്ഷമിക്കണം, 6 കഴിഞ്ഞ തവണത്തെ അതേ നില. അങ്ങനെ കഴിഞ്ഞ തവണത്തെ അതേ നില. 2015 വരില്ല, 2020 അവർ 5 സീറ്റ്, ഇപ്പോൾ 5 സീറ്റ്. 9 സീറ്റാണ് സീമാഞ്ചൽ മേഖലയിലുള്ളത്. അതിൽ 5 അവർ ജയിച്ചിരിക്കുന്നു. ഇങ്ങനെ തന്ത്രങ്ങളെല്ലാം പൊളിയുന്ന ഒരു സമയത്ത് ഇവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പോലും ആയില്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. 12 സീറ്റിലാണ് ഈ കോൺഗ്രസും അതുപോലെ തന്നെ രാഷ്ട്രീയ ജനതാദളും സൗഹൃദ മത്സരം നടത്തിയത്. അതും പൊളിഞ്ഞു. ഇതിനകത്തെല്ലാം ഇതിൻ്റെ മുഴുവൻ പാപഭേരം പക്ഷേ പേറാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി 6 സീറ്റ് കൊടുക്കുകയാണെങ്കിൽ കോൺഗ്രസിനെയും പിന്നെ ലാലു പ്രസാദ് ഇവരെയും പിന്തുണയ്ക്കാന്ന് പറയുന്നുണ്ടായിരുന്നു. 6 സീറ്റ് കൊടുത്താൽ എല്ലാ സ്ഥലത്തും പിന്തുണയ്ക്കാം, ഞങ്ങൾക്ക് 6 സീറ്റ് തന്നാൽ മതി, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പിന്തുണ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തില്ല. ഒവൈസിയുടെ പാർട്ടിയുടെ ഒരു പ്രശ്നം, ഒവൈസിയുടെ പാർട്ടി ബീഹാറിൽ മാത്രമല്ല, ബീഹാറിൽ വലിയ ബേസുള്ള പാർട്ടിയൊന്നുമല്ല. റീജിയനിലാണ് അവർക്ക് വലിയ ചെറുതായ സപ്പോർട്ടെങ്കിലും വാങ്ങാനുള്ള ഇത് കാണിക്കുന്നില്ല. അതിന്റെ പ്രശ്നം എന്താണെന്ന് സംവിധാനത്തെ കൂടെ നിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മുസ്ലിം പാർട്ടിയെ ഒരു കാരണവശാലും കോൺഗ്രസിനെ കൂടെ നിർത്താൻ പറ്റില്ല നോർത്തിൽ നിന്നാണ് രാഷ്ട്രീയ സാഹചര്യം. തൊടാൻ പറ്റില്ല, തൊട്ട ചിലപ്പോൾ ഉള്ളതും കൂടെ പോകും. അപ്പം ചോദിക്കും ഇതിലും കൂടുതൽ എന്താ പോകാനുള്ളത്, ഇത് വേറെ കാര്യം. പക്ഷെ തൊടാൻ പറ്റില്ല. ഈ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയെ അതുപോലുള്ള മുസ്ലിം പാർട്ടികളെ തൊടാതെ തന്നെ ഇപ്പോൾ തന്നെ മോദി എന്താ പറഞ്ഞത് പ്രസംഗത്തിൽ, മുസ്ലിം നക്സൽ പാർട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതാണ് അതിൻ്റെ നറേറ്റീവ്. ആ നറേറ്റീവിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളിപ്പോവും, കൂടെ കൂട്ടാൻ പറ്റില്ല. ഇതൊന്നും പോരാത്ത ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിയുടെ തലയിലിരിക്കും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വന്ന ഇന്ത്യ സഖ്യം തോൽവിയാണ് എന്നുള്ളതാണ്. ഇപ്പം 2024 തെരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഹരിയാന തോറ്റു, മഹാരാഷ്ട്ര തോറ്റു, ഡൽഹി തോറ്റു, കശ്മീരിൽ ഇന്ത്യ സഖ്യമാണ്, ഇപ്പോൾ ബീഹാറിലും തോറ്റിരിക്കുന്നു. ഇനി 6 തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. ഇന്ന് മോദി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇനി വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പേര് കേരളത്തിൻ്റെയാണ്. അതെ, എത്രത്തോളം ഗൗരവമായിട്ടാണ് കേരളത്തെ കാണുന്നത് നോക്കൂ. അപ്പോൾ ചുരുക്കത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി, അതിനുശേഷം രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് ചോരി ആരോപണം, അതിൻ്റെ മുനയൊഴിച്ചെന്ന് മാത്രമല്ല അതൊരു ആഘോഷമാക്കി മാറ്റി ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണങ്ങളുടെ എല്ലാം ശേഷക്രിയയാണ്. എന്താ ഫിനിഷ് ചെയ്യാന്ന് പറയും. ഇനി കുറച്ച് നാളത്തേക്ക് വോട്ട് ചോരി ആരോപണമായി വരാൻ നിങ്ങൾക്ക് ധാർമ്മികമായ അവകാശമില്ല എന്ന് പറയുകയും ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ആസാമിലുണ്ട്, കേരളത്തിലുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, പോണ്ടിച്ചേരിയിലുണ്ട്, പുതുച്ചേരിയിലുണ്ട്. ഇവിടെയെല്ലാം BJP അടുത്ത ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ സത്യത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയ ബിൽഡപ്പ്, വോട്ട് ചോരി ആരോപണം ഉയർത്തിയുള്ള ബിൽഡപ്പ്, അത് ഇന്ത്യ മുന്നണിക്ക് തന്നെ പാരയാകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, എല്ലാ ശക്തിയും സമാഹരിച്ച് ആഞ്ഞടിച്ച ഒരു ആരോപണം. ആ ആരോപണം ഞങ്ങൾ പൊളിച്ചിരിക്കുന്നു. 10% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നിങ്ങൾ തോറ്റിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് മറുപടിയില്ല. അത് ഇലക്ഷൻ കമ്മീഷനാണെന്ന് പറഞ്ഞാലൊന്നും തൽക്കാലം ചിലവാകാനും പോകുന്നില്ല, മറ്റ് തെളിവുകൾ വരാത്രത്തോളം കാലം. അസാമാന്യമായ വിജയം, ഒരു സംശയവുമില്ല. ഇന്ത്യ സഖ്യം ഇതിൽ നിന്ന് തിരിച്ചു കയറാൻ, രാഹുൽ ഗാന്ധി എന്ന നേതാവ് തിരിച്ചു കയറാൻ ഒരുപാട് കാലമെടുക്കും, ഒരുപാട് പാടുപെടേണ്ടി വരും. ബീഹാർ രാഷ്ട്രീയം ഒരു പുതിയ വഴിത്തിരിവിലാണോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അത് ഏതൊക്കെ തരം സൂചനകളാണ് നൽകാൻ പോകുന്നത്? ബീഹാർ വിധിയെഴുത്ത് ഒരു അസാധാരണമായ വിധിയെഴുത്താണോ എന്നുള്ളതാണ്. നമുക്കിപ്പം പിയാസുനിൽ കൂടി ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നത്. പിയാസുനിൽ, ഗുഡ് ഈവനിങ് പിയാസുനിൽ. ഡൽഹിയിൽ വലിയ ആഘോഷമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നമ്മൾ കേട്ടു. കോൺഗ്രസിനെ ടാഗ് ചെയ്തിരിക്കുന്നത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് MMC എന്നാണ്. മാത്രമല്ല അടുത്ത പ്ലാൻ കേരളമാണ്, പുതുച്ചേരിയാണ്, തമിഴ്നാടാണ്, പശ്ചിമ ബംഗാളാണെന്ന് പറഞ്ഞു. ബീഹാർ കൊടുത്ത ആവേശത്തിലാണ്. അസാധാരണമായ വിജയമാണോ ബീഹാർ? ഉറപ്പായും അസാധാരണമായ വിജയം തന്നെയാണ്. നമുക്കറിയാം 1977 തെരഞ്ഞെടുപ്പ്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് കർപ്പൂരി ഠാക്കൂർ അന്ന് 214 സീറ്റ് ബീഹാറിൽ നേടുന്നത്. പിന്നീട് 200-ലധികം സീറ്റ് കടക്കുന്നത് 2010 തെരഞ്ഞെടുപ്പിലാണ്. അന്ന്
ഇതേപോലെ നിതീഷ് കുമാറും BJP-യും ഒന്നിച്ചു നിന്ന് BJP JDU സഖ്യമാണ് അന്ന് 200-ലധികം സീറ്റ് അന്ന് നേടുന്നത്. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കാരണങ്ങളുണ്ടായിരുന്നു. കാരണം 77 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ വലിയ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ കാലമാണ്. അങ്ങനെയാണ് അന്ന് കോൺഗ്രസ് രാജ്യം മുഴുവൻ തകർന്നതിന്റെ ഭാഗമായി ബീഹാറിൽ തകരുന്നത്. അങ്ങനെ 214 സീറ്റിൽ കർപ്പൂരി ഠാക്കൂർ അവിടെ വിജയിക്കുന്നത്. 2010 നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജംഗിൾ രാജിനെതിരെയാണ്, അതായത് ലാലു പ്രസാദ് യാദവും തുടർന്ന് റാബ്രി ദേവിയും ഭരിച്ച ജംഗിൾ രാജ് എന്ന് ഇപ്പോഴും ആശങ്കയോടെ ബീഹാറിലെ ജനങ്ങൾ കാണുന്ന ആ കാലത്തിനെതിരെ നിതീഷ് കുമാർ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് 2010 BJP JDU സഖ്യം വലിയ മുന്നേറ്റമുണ്ടാക്കിയത്, 200-ലധികം സീറ്റുകൾ നേടി വിജയിച്ചത്. ഇത്തവണ അങ്ങനെ ഒരു കാരണവുമില്ലാതെ നിതീഷ് കുമാർ മോദി സഖ്യം അല്ലെങ്കിൽ BJP JDU സഖ്യം 203 സീറ്റിന്റെ ലീഡിൽ അല്ലെങ്കിൽ 203 സീറ്റ് നേടി ബീഹാറിൽ അധികാരത്തിൽ വരികയാണ്. ഇതൊരു അസാധാരണ വിജയം തന്നെയാണ്. ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്, കഴിഞ്ഞ 20 വർഷം ബീഹാർ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരമടക്കം ബീഹാറിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം, തൊഴിലില്ലായ്മ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അഗ്നിവീർ പോലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിക്കെതിരെ വലിയ സമരങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് ബീഹാർ. പക്ഷെ അതൊന്നും നിതീഷ് കുമാറിന്റെ ഈ പ്രതിച്ഛായയ്ക്ക് ഒരു കോട്ടവും ഉണ്ടാക്കിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നിതീഷ് കുമാർ നൽകിയിട്ടുള്ള 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ട് വഴി നൽകിയതൊക്കെ തന്നെ ഒരു സ്വാധീനമായിട്ടുണ്ടാകാം. സ്ത്രീ വോട്ടർമാർ വലിയ തോതിൽ ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത്, യുവാക്കളെ സ്വാധീനിക്കുന്ന തരത്തിൽ നരേന്ദ്രമോദിയുടെ ഇടപെടലുകളും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം. അങ്ങനെ ഈ വനിതകളും അതുപോലെ തന്നെ യുവാക്കളും ഇത്തവണ വലിയ തോതിൽ NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. നമുക്ക് ഏത് റീജിയണിലേക്ക് പോയാലും, ബീഹാറിലെ ഏത് റീജിയനിലേക്ക് പോയാലും മഹാസഖ്യത്തിൽ RJD ആയാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും തകർന്നടിയുന്ന കാഴ്ചയാണ്. ഇപ്പോൾ സീമാഞ്ചൽ മേഖല, നേരത്തെ ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സീമാഞ്ചൽ മേഖലയിൽ 24 സീറ്റുണ്ട്. ആ 24 സീറ്റിൽ 14 സീറ്റിലാണ് NDA സഖ്യം വിജയിച്ചത്. അവിടെ MIM 5 സീറ്റ് നേടി, കോൺഗ്രസ് 4 സീറ്റ് നേടി. കഴിഞ്ഞ തവണ 7 സീറ്റാണ് കോൺഗ്രസിന് സീമാഞ്ചലിൽ കിട്ടിയത്. ഇനി ത്രിഹട്ട് എന്ന് പറയുന്ന മേഖലയിൽ 49 സീറ്റുണ്ട്. ആ 49 സീറ്റിൽ 45 NDA ആണ് വിജയിച്ചത്. അവിടെ 14 സീറ്റിലാണ് മഹാഗഠബന്ധൻ വിജയിച്ചിട്ടുള്ളത്. ഇനി 4 സീറ്റിൽ കഴിഞ്ഞ തവണ 14 സീറ്റ് കിട്ടിയെടുത്ത് 4 സീറ്റ് ഇത്തവണ കിട്ടിയിട്ടുള്ളൂ. ഇനി മഗധ് റീജിയനിലേക്ക് പോയാൽ അവിടെ ആകെ 47 സീറ്റുണ്ട്. ആ 14 സീറ്റ് കുറവ്, 14 സീറ്റ് കുറഞ്ഞു, 4 സീറ്റേ കിട്ടിയുള്ളൂ. മഗധ് റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ 47 സീറ്റാണ് ആകെയുള്ളത്. അതിൽ 37 സീറ്റ് NDA പിടിച്ചു. മഹാസഖ്യത്തിന് കിട്ടിയത് 10 സീറ്റ്, 20 സീറ്റ് അവിടെ മഹാസഖ്യത്തിന് കുറഞ്ഞു. അപ്പോൾ അതുപോലെ ഭോജ്പൂരിലേക്ക് വന്നാൽ ആകെ 46 സീറ്റുണ്ട്. അവിടെ 39 സീറ്റാണ് NDA പിടിച്ചത്, 6 സീറ്റാണ് മഹാഗഠബന്ധന് കിട്ടിയത്. അവിടെ 28 സീറ്റ് കുറഞ്ഞു. നോക്കൂ, എല്ലാ സമവാക്യങ്ങളും തെറ്റി. ഈ സീമാഞ്ചൽ മേഖലയിലെ മുസ്ലിം വോട്ടുകളിൽ 10% വോട്ട് ഇത്തവണ NDA പാളയത്തിലേക്ക് മറിഞ്ഞു എന്ന ഒരു അത്ഭുതകരമായ സാഹചര്യമാണുള്ളത്. ഞാൻ ഇതിന്റെ ഒരു കാസ്റ്റ് ഇക്വേഷൻ പറയാം. അതായത് നമുക്കറിയാലോ, RJD എന്നത് എപ്പോഴും ഒരു യാദവ മുസ്ലിം വോട്ട് ഇങ്ങനെ ഉള്ളം കൈയിൽ വെച്ചുകൊണ്ട് നടന്ന പാർട്ടിയാണ്. അത് ഈ ഒരു വോട്ട് കണ്ടാണ് RJD എന്ന പാർട്ടി തന്നെ ഉണ്ടാകുന്നത്. അത് പിന്നീട് 90-കൾ മുതൽ ലാലു പ്രസാദ് യാദവ് കുറെ കാലം കൊണ്ടു നടന്നു. ആ വോട്ട് കരുത്തിൽ റാബ്രി ദേവിയിലൂടെ അത് കുറെ കാലം കൊണ്ടു നടന്നു. പിന്നീട് റാബ്രി ദേവി എനിക്ക് തോന്നുന്നു 2010 വലിയ തകർച്ച ഈ ഒരു വോട്ട് ബാങ്കിൽ ഉണ്ടായത്. പക്ഷെ തേജസ്വി യാദവിലൂടെ അത് 2020 തിരിച്ചു പിടിച്ചു. പക്ഷെ ഒരു ജാതി സമവാക്യങ്ങൾ നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും അത് തകിടം മറിഞ്ഞിട്ടുണ്ട്. ഇതില് യാദവ വോട്ടുകൾക്ക് സ്വാധീനമുള്ള 127 മണ്ഡലമുണ്ട് ബീഹാറിൽ. 127 മണ്ഡലം, അതിൽ 101 BJP വിജയിച്ചു, NDA വിജയിച്ചു. ആകെ RJDക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത് 21 സീറ്റിൽ മാത്രം. ഇനി ഈ മുസ്ലിം മുസ്ലിം വോട്ടുകൾക്ക് സ്വാധീനമുള്ള 39 മണ്ഡലമുണ്ട്. അതിൽ NDA വിജയിച്ചിരിക്കുന്നത് 27 സീറ്റിലാണ്. അതായത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ 39 മണ്ഡലങ്ങളിൽ 27 NDA വിജയിച്ചു. മഹാസഖ്യത്തിന് വിജയിക്കാനായത്, RJDക്കും കോൺഗ്രസിനും വിജയിക്കാനായത് 7 സീറ്റിൽ മാത്രം. ഇനി യാദവ മുസ്ലിം കോമ്പിനേഷൻ എടുക്കാം. അതാണല്ലോ RJDയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത്. 85 സീറ്റ് ഉണ്ട്. അങ്ങനെ യാദവ മുസ്ലിം കോമ്പിനേഷൻ വരുന്ന 85 സീറ്റ് ഉണ്ട് ബീഹാറിലാകെ. അതിൽ 69 NDA വിജയിച്ചു. ആകെ RJD കോൺഗ്രസ് സഖ്യത്തിന് കിട്ടിയത് 11 സീറ്റ്. ഇനി കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു വോട്ട് ബേസ് ആണല്ലോ ദളിത് വോട്ട് ബേസ് എന്ന് പറയുന്നത്. 69 സീറ്റിൽ ദളിത് വോട്ടുകൾക്ക് സ്വാധീനമുണ്ട്.
NDA പിടിച്ചത് 60 സീറ്റ്. ആകെ കിട്ടിയത് 8 സീറ്റാണ് മഹാഗഡ്ബന്ധന്, കോൺഗ്രസിനും RJDക്കും ഒക്കെ തന്നെ. ഇനി EBC വിഭാഗത്തിൽ 141 സീറ്റുണ്ട്. NDA പിടിച്ചത് 123 സീറ്റ്. മഹാഗഡ്ബന്ധന് കിട്ടിയത് 16 സീറ്റ്. കുർമി ആകെ ചെറിയ ശതമാനമേ ഉള്ളൂ. പല മണ്ഡലങ്ങളിലായി ചിതറിക്കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു 38 മണ്ഡലമുണ്ട്. ആ 38 മണ്ഡലങ്ങളിൽ 35 സീറ്റും NDA പിടിച്ചു. സമഗ്രാധിപത്യം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ജാതി സമവാക്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം മുന്നേറിയത്. അപ്പോൾ ഇതുവരെ RJD കൊണ്ട് നടന്ന യാദവ് മുസ്ലിം സമവാക്യം തെറ്റി. കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്ന OBC ദളിത് വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ ഒക്കെ തന്നെ ആ ബേസും തകർന്നുപോയി. അതേസമയം മുസ്ലിം വോട്ട് ഇതുവരെ ഏതാണ്ട് 80-90% വോട്ട് RJDയും അതുപോലെ തന്നെ കോൺഗ്രസിനുമൊക്കെ കിട്ടിയിരുന്ന മുസ്ലിം വോട്ടിൽ വലിയൊരു ഭാഗം ഇത്തവണ JDUയിലേക്ക് പോയി എന്നുള്ളതാണ്. ഇനി സീമാഞ്ചൽ മേഖലയിൽ കുറച്ച് സീറ്റുകളിൽ MIM വോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് NDAയുടെ വിജയമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അത് അവിടെ 5 സീറ്റിൽ MIM വിജയിച്ചിട്ടുമുണ്ട്. ഏതായാലും ബീഹാറിൽ സംഭവിച്ചത് മഹാഗഡ്ബന്ധന്റെ ഈ തെരഞ്ഞെടുപ്പിനോട് കാണിച്ച ഒരു സീരിയസ് ഇല്ലായ്മയും ഒരു ഗൗരവമില്ലായ്മയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പ്രഖ്യാപിച്ച ശേഷം പിന്നീട് ബീഹാറിൽ കണ്ട കാഴ്ച എന്നത് മഹാഗഡ്ബന്ധനകത്ത് തമ്മിലടിയായിരുന്നു. സീറ്റിനെ ചൊല്ലി തമ്മിലടി, സീറ്റ് വിഭജനത്തെ ചൊല്ലി തമ്മിലടി, സ്ഥാനാർത്ഥിമാരെ ചൊല്ലി തമ്മിലടി. ഇവിടെ സീറ്റ് ചർച്ചയ്ക്ക് വന്ന കോൺഗ്രസിന്റെ നേതാക്കൾ ബീഹാറിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ അണികൾ അവരെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം വരെ ബീഹാറിലുണ്ടായി. ഒടുവിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് പത്രിക നൽകാനുള്ള സമയപരിധി അവസാനിക്കുന്ന ദിവസം വരെ അടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോഴും പത്രിക പിൻവലിക്കാത്ത സാഹചര്യമായിരുന്നു. ഒടുവിൽ സൗഹൃദ മത്സരം, കേട്ടുകേൾവിയില്ലാത്ത സാഹചര്യം. രാഹുൽ ഗാന്ധി എന്നൊരു നേതാവ് 29-ാം തീയതിക്ക് ശേഷം ബീഹാറിൽ പോകുന്നത്. 6-ാം തീയതി വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇത്രയേ ഗൗരവമേ രാഹുൽ ഗാന്ധി ബീഹാറിന്റെ കാര്യത്തിൽ കാട്ടിയിട്ടുള്ളൂ. 2020 എന്തൊക്കെ ആരോപണമാണോ രാഹുൽ ഗാന്ധി ബീഹാറിന്റെ കാര്യത്തിൽ കേട്ടത്, അതൊക്കെ ഇത്തവണയും സംഭവിച്ചു. രാഹുൽ ഗാന്ധി ഇതുവരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ലല്ലോ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ലല്ലോ. ബീഹാറിന്റെ കാര്യത്തിൽ ബീഹാറിൽ അത്ര ഗൗരവമേ കോൺഗ്രസ് കാട്ടിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. SIR ഉയർത്തി വലിയ പ്രതിപക്ഷ നീക്കമൊക്കെ തന്നെ നടത്തി, വലിയ വോട്ടർ അധികാർ യാത്രയൊക്കെ തന്നെ നടത്തി. കോൺഗ്രസ് ചില തെളിവുകളൊക്കെ തന്നെ പുറത്തുവിടാൻ ശ്രമിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിച്ചതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ ഇനി പറയാം. പക്ഷേ ഇതിനെ ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കണം. ഏതായാലും രാഷ്ട്രീയ ആരോപണത്തിനപ്പുറത്ത് ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെയും RJDയുടെയും വലിയ തകർച്ചയാണ്. അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് കോൺഗ്രസ് എങ്ങനെ ഇനി ഉണർന്നെണീക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ 2014 ശേഷം ഇന്ന് BJPയുടെ IT സെൽ കൺവീനർ അമിത് മാളവ്യ പറഞ്ഞത് 95 തെരഞ്ഞെടുപ്പുകളിലാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പരാജയം മാത്രമാണ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അപ്പോൾ എല്ലാ വോട്ട് സമവാക്യങ്ങളും എല്ലാ കെമിസ്ട്രിയും പാളുകയാണ്. അപ്പോൾ പുതിയ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ കൊണ്ടുവരാനും കൂടുതൽ ഈ ബീഹാർ പോലുള്ള സ്ഥലത്തൊക്കെ തന്നെ ഉണർന്ന് പ്രവർത്തിക്കാനും ഒക്കെ കോൺഗ്രസ് തയ്യാറാകണം. താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ തയ്യാറാകണം. അല്ലാതെ ഒരു വിസിറ്ററെ പോലെ ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി ബീഹാറിലും അവിടെ ഇവിടെയും പോയിട്ട് കാര്യമില്ല എന്നർത്ഥം. ബീഹാറിലെ സമവാക്യങ്ങൾ ആകെ മാറുന്നു എന്നുള്ളതാണ്. ഇതൊരു അസാധാരണമായ വിജയമാണ് എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. 3 കാര്യങ്ങളിൽ അസാധാരണത്വമുണ്ട്. അതിലൊന്ന്, ബീഹാറിൻ്റെ രാഷ്ട്രീയം നമ്മൾ ഇതുവരെ പരിചയിച്ചിരുന്ന ഒരു വഴിവിട്ട് ഒരു പുതിയ വഴിവിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ സ്വാതന്ത്ര്യം കിട്ടി 1967 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലെഗസിയിലായിരുന്നു ബീഹാർ എന്ന സംസ്ഥാനം. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 196 സീറ്റുകൾ വരെ നേടിയ ചരിത്രമുണ്ട്. അവിടെ നിന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 196 നിന്ന് 6 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ പതനമാണ് ബീഹാറിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ. അപ്പോൾ ഇതൊരു അസാധാരണമായ വീഴ്ചയാണ്. 1990 ഓരോ ഘട്ടങ്ങളിലായിട്ട് നമ്മൾ എടുത്തു നോക്കും. ഓരോ വഴിത്തിരിവ് ബീഹാറിലുണ്ട്. ആദ്യം കോൺഗ്രസിൽ നിന്ന് പിന്നീട് സോഷ്യലിസ്റ്റ് ചേരിയിലേക്കാണ് പോകുന്നത്. കോൺഗ്രസിൽ നിന്ന് ബീഹാർ വലിയ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ വേദിയായി മാറുന്നു. അവിടെ ജയപ്രകാശ് നാരായൺ ടോട്ടൽ റെവല്യൂഷനുമായിട്ട് വരുന്നു. അവിടെ റാം മനോഹർ ലോഹിയുടെ സോഷ്യലിസം അവിടെ പുതിയ തലമുറയെ ആകർഷിക്കുന്നു. റാം മനോഹർ ലോഹിയുടെയും ജയപ്രകാശ് നാരായണൻ്റെയും പാതയിലൂടെ നടന്ന മനുഷ്യരാണ്, ഈ കർപ്പൂരി ഠാക്കൂറിൻ്റെ കൈപിടിച്ച് നടന്ന മനുഷ്യരാണ് ഇപ്പോൾ അധികാരത്തിൽ വരുന്ന നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും സുശീൽ കുമാർ മോഡിയുമെല്ലാം നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ
എങ്ങനെയാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയം 2 ഘട്ടങ്ങളിൽ മാറിയത്? അവിടെ നിന്ന് ബീഹാർ മൂന്നാമത്തെ തവണ, ആദ്യം കോൺഗ്രസിൻ്റേത്, പിന്നീട് സോഷ്യലിസ്റ്റ് ചേരിയിലേക്ക് ബീഹാറിന് വീണ്ടും ഒരു ഫേസ് സംഭവിക്കുന്നു. അത് സംഭവിക്കുന്നത് നിതീഷ് കുമാറിൻ്റെ സമയത്താണ്. അവിടെയാണ് ഗുഡ് ഗവേണൻസുമായി ബന്ധപ്പെട്ട് സോഷ്യലിസ്റ്റ് അടിത്തറയുള്ള എന്നാൽ NDA ക്യാമ്പിൽ നിന്നുകൊണ്ട് വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞൊരു ക്യാമ്പാണ് 2005 ഓപ്പൺ ചെയ്തത്. അപ്പോൾ 1967 വരെ ഒരു ഘട്ടം, 67 മുതൽ സോഷ്യലിസത്തിൻ്റെതായ ഒരു പരീക്ഷണങ്ങളുടേതായിട്ടുള്ളൊരു കാലഘട്ടം, നേരത്തെ പറഞ്ഞ 1977 മുതലുള്ളൊരു കാലഘട്ടം, അവിടെ നിന്ന് ലാലു പ്രസാദ് യാദവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും നേതൃത്വത്തിലുള്ളൊരു പുതിയ കാലഘട്ടം. നിതീഷ് കുമാർ 2005 വരുന്നതോടുകൂടി ഒരു പുതിയ, കൃത്യമായി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യം, ഒരു ഭാഗത്ത് ഒരു സുശാസന ബാബു എന്നുള്ള പ്രതിച്ഛായ, മറുഭാഗത്ത് NDAയുമായിട്ടുള്ള കൂട്ടുകെട്ട്. ഇപ്പോൾ ഇത് വളരെ വ്യക്തമായ ഒന്നായിട്ട് മാറുന്നു. എന്താണ്? 2025 ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിലെ ഒരു ദിശാമാറ്റത്തിന് വഴി നടക്കുകയാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരാ? ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടില്ല. കഴിഞ്ഞ തവണ പോലും RJD ആയിരുന്നു ഒറ്റക്കക്ഷി, 75, BJP 74. ഇപ്പോൾ 90 സീറ്റുകളിലാണ്. ലീഡ് ചെയ്യുന്ന സീറ്റുകൾ കൂടി കണക്കിലെടുത്താൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് 90 സീറ്റുകളിൽ BJP ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുന്നു. അതായത് ബീഹാർ എന്ന ഹൃദയഭൂമി ഇനി നിതീഷ് കുമാർ കഴിഞ്ഞാൽ പിന്നെ BJPയുടെ തേരോട്ടമാണ് അവിടെ. BJP വളരെ കൃത്യമായ സംഘടനാ സംവിധാനത്തെ വളർത്തിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിതീഷ് കുമാറാണ് മാൻ ഓഫ് ദി മാച്ച് എന്ന് പറഞ്ഞാലും മാൻ ഓഫ് ദി സീരീസ് ആകുന്നത് ജ്ഞാനേഷ് കുമാർ കഴിഞ്ഞാൽ, ഐ റിപ്പീറ്റ്, ജ്ഞാനേഷ് കുമാർ കഴിഞ്ഞാൽ അതൊരു പക്ഷേ നരേന്ദ്രമോദി ആയിരിക്കും എന്നുള്ളതാണ്. മോദി ഫാക്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, BJP ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതൊരു അസാധാരണമായ വഴിവിട്ടലിൻ്റെ തുടക്കമാണ്. ബീഹാറിൻ്റെ രാഷ്ട്രീയം മാറുന്നു. കോൺഗ്രസിൽ നിന്ന്, സോഷ്യലിസത്തിൽ നിന്ന്, ഈ ഒരു സുശാസന ഭരണത്തിൽ നിന്ന്, ഗുഡ് ഗവേണൻസ് രാഷ്ട്രീയത്തിൽ നിന്ന് BJP രാഷ്ട്രീയത്തിലേക്ക് സാവധാനം ബീഹാറും മാറുന്നു എന്നതിൻ്റെ സൂചന. ഇതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താ? 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ BJP ഒറ്റക്കക്ഷിയായ BJP ഉള്ള നിതീഷ് കുമാർ ഭരിക്കുന്ന, അന്ന് നിതീഷ് കുമാർ ഒരുപക്ഷെ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞേക്കാനുള്ള സാധ്യതയുണ്ട് ശാരീരിക അവസ്ഥയെ തുടർന്ന്. അങ്ങനെ വന്നാൽ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന BJPയുടെ ഒരു നേതാവായിരിക്കും മുഖ്യമന്ത്രിയാവുക. ആ സംസ്ഥാനമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഇതാണ് അതിലെ അസാധാരണമായിട്ടുള്ളൊരു രാഷ്ട്രീയ മാറ്റമായി എനിക്ക് തോന്നുന്നത്. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, ഈ പുതുതായിട്ട് വന്ന 72 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. ഓരോ മണ്ഡലത്തിലെയും 29,000 വോട്ടർമാർ. അവരെ ഒരാളെ പോലും RJDയിലേക്കോ കോൺഗ്രസിലേക്കോ കൊണ്ടുവരാൻ സാധിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ സമവാക്യങ്ങളും പൊളിച്ചെഴുതപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് മുസ്ലിം യാദവ MY കോമ്പിനേഷനാണ് RJDയെ പിന്തുണയ്ക്കുന്നത്, അവിടെ മഹാഗഠബന്ധനെ പിന്തുണയ്ക്കുന്നത്. മുസ്ലിം പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിർണായകമാണ്. മുസ്ലിം പോപ്പുലേഷൻ ഏകദേശം 17%, യാദവ പോപ്പുലേഷൻ 14%, 31%. ഇതിലാണ് RJDയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റാണ് ഈ മുസ്ലിം യാദവ കോമ്പിനേഷൻ എന്നുള്ളത്. ഇപ്പോൾ നോക്കൂ, ആ മുസ്ലിം യാദവ എന്നുള്ള സമവാക്യം മാറുന്നു. MY മാറി ഒരു പുതിയ സമവാക്യം ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് ME. എന്താണ് M? മുസ്ലിം അല്ല M, മഹിളയാണ് M. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന പ്രകാരം 1.25 കോടി സ്ത്രീകൾക്ക് 10,000 രൂപ വീതമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു പുതിയ സമവാക്യത്തിൻ്റെ തുടക്കമായി മാറുന്നു. ME എന്ന് പറയുന്നത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, ബാക്കിയുള്ള എല്ലാ ജാതി സമവാക്യങ്ങളിലേക്കും കടന്നു കയറുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മുസ്ലിങ്ങൾക്ക് പ്രാധാന്യമുള്ള 39 മണ്ഡലങ്ങളിൽ 27 മണ്ഡലങ്ങളിലും NDA വിജയിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കും, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 39 മണ്ഡലങ്ങളിൽ 27 BJPയുടെ പിന്തുണയോടുകൂടി JDUയോ അതല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കൂ. സീമാഞ്ചൽ മേഖലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തി 14 സീറ്റുകളാണ് ഇന്ത്യയിൽ സ്വന്തമാക്കുന്നത്. അതൊരു ചെറിയ കഥയല്ലല്ലോ. അപ്പോൾ കത്തിഹാർ, അതെ, അവിടെ കത്തിഹാർ എന്ന് പറഞ്ഞൊരു മണ്ഡലമുണ്ട്. കത്തിഹാർ BJP വിജയിച്ചത് 44% മുസ്ലിം പോപ്പുലേഷൻ. പൂർണിയ 33,000 വോട്ടിനാണ് BJP സ്ഥാനാർത്ഥി വിജയിച്ചത്. 38% മുസ്ലിം പോപ്പുലേഷൻ. അതാണ്, അതായത് 30% മുകളിൽ ഭൂരിപക്ഷമുള്ള 39 മണ്ഡലങ്ങളിലും അവിടെ BJPയുടെ പിന്തുണയോടുകൂടി ഒരു NDA സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുന്ന ഒരു അത്ഭുതകരമായ അസാധാരണമായ സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, മാൻ ഓഫ് ദ മാച്ച് നിതീഷ് കുമാർ ആണ്, മാൻ ഓഫ് ദി സീരീസ് ജ്ഞാനേഷ് കുമാർ ആകാതിരിക്കട്ടെ, നമ്മുടെ കയ്യിൽ ശാസ്ത്രീയ തെളിവുകളില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ അതാണ്, ആ കോമ്പിനേഷൻ മാറുന്നു. മുസ്ലിം യാദവ കോമ്പിനേഷൻ മാറി, അവിടെ മഹിള എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് കോമ്പിനേഷൻ സക്സസ്ഫുൾ ആവുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ, അതിനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ മഹിളാ സമൃദ്ധി പരിപാടികൾ തുടങ്ങുന്നത് ഇപ്പോഴല്ലല്ലോ, അത്
ആരാണ് തുടങ്ങുന്നത്? ഇതേ ആം ആദ്മി പാർട്ടി തുടങ്ങിയപ്പോൾ റേവറി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് കളിയാക്കിയത് ഇതേ നരേന്ദ്രമോദിയാണ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, 2022 ഉത്തർപ്രദേശിൽ വെച്ച് അവിടെ ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് ഹൈവേ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെയും DMK-യുടെയും എല്ലാം റേവഡി പൊളിറ്റിക്സ് ആണ്, ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഭീഷണിയിലാക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ അതേ റേവഡി പൊളിറ്റിക്സ് നടത്തുന്ന പാർട്ടിയുടെ പേര് BJP എന്നാണ്. BJP സഖ്യകക്ഷികളുമായി ചേർന്നാൽ ഇതൊരു വലിയ അസാധാരണമായ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വാദം. എന്തുകൊണ്ടെന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ബീഹാറിലേക്ക് മാത്രം പമ്പ് ചെയ്തത് എത്ര കോടി രൂപയാണെന്നറിയാമോ? കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ 59,000 കോടി രൂപയാണ്. പ്രളയം നേരിടാൻ വേണ്ടി നമുക്ക് കടമായിട്ട് ആദ്യം പൈസ തന്ന് തുച്ഛമായ തുക വയനാടിന് തരുമ്പോൾ 11,500 കോടി രൂപയാണ് ബീഹാറിന് കൊടുത്തത്. 11,500 കോടി രൂപ. ദേ പർച്ചേസ്ഡ് പൊളിറ്റിക്സ് എന്നുള്ളതാണ്. അവർ ക്യാഷ് കൊടുത്ത് പൊളിറ്റിക്സ് വാങ്ങി. എങ്ങനെയത്? മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും. BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ, BJP-യുടെ ഘടകകക്ഷികളില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണറെ ഉപയോഗിച്ചും അന്വേഷണ ഏജൻസി ഉപയോഗിച്ചും ഇൻകം ടാക്സിനെ ഉപയോഗിച്ചും ഫിനാൻസ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ടും മസിൽ പവർ കാട്ടിയും BJP-യുടെ സഖ്യകക്ഷികളുള്ള ഇടങ്ങളിൽ മണി പവർ ഉപയോഗിച്ചുകൊണ്ടും രാഷ്ട്രീയം വാങ്ങുന്ന അസാധാരണമായ സാഹചര്യം. അതിന് നമ്മൾ പറയുന്ന പേരെന്താ? റേവഡി പൊളിറ്റിക്സ് മാത്രമല്ല, അതൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇവിടെ ആ റേവഡി പൊളിറ്റിക്സിന്റെ ഭാഗമായി സ്റ്റേറ്റിലേക്ക് പണം എങ്ങനെയാണ് അനുപാതരഹിതമായ ഏകപക്ഷീയമായ ഫണ്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ രക്ഷാകർതൃത്വ രാഷ്ട്രീയം, ഒരു പാട്രണേജ് പൊളിറ്റിക്സ് എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അവിടെ 10,000 രൂപ സ്ത്രീകൾക്ക് കിട്ടുന്ന സമയത്ത് അവർ വോട്ടായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പർച്ചേസിംഗ് പവർ ഉള്ള ഒരു പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ സംഭവിക്കുന്ന രാഷ്ട്രീയം ഒരു അസാധാരണമായ കീഴ്വഴക്കം ഉണ്ടാക്കുന്നു. അത് നമുക്ക് സ്ത്രീകളെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവരെ സംബന്ധിച്ച് അത്രയും ദാരിദ്ര്യമുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ കൊണ്ടുവന്നത് ലഡ്ലി ബഹന യോജന, ലഡ്ലി ലക്ഷ്മി യോജന, ഇതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അതെന്റെ വീക്ഷണമാണ്. എങ്ങനെയാണ് കേരളത്തിനെയും ബീഹാറിനെയും രണ്ടായി? രണ്ടിടത്തും സർക്കാർ കേക്കൂ 11,500 കോടി രൂപ. ഞാൻ പറഞ്ഞത് അവിടെ ബെനിഫിറ്റ് കൊടുത്ത് നിതീഷ് കുമാർ പർച്ചേസ് ചെയ്തൊന്നല്ല, അവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് കേന്ദ്രം സ്റ്റേറ്റിന്റെ രാഷ്ട്രീയത്തെ പർച്ചേസ് ചെയ്യുന്നു. എങ്ങനെയാണ്? കേന്ദ്രത്തിന് താല്പര്യമുള്ള സംസ്ഥാനങ്ങളിൽ മാത്രം ഫണ്ട് ഒഴുക്കുന്നു. 59,000 കോടി. കേരളത്തിന് എത്രയാ നഷ്ടം? 57,000 കോടി. കേരളത്തിന് 57,000 കോടി നൽകാതിരിക്കുകയും ബീഹാറിന് 59,000 കോടി കൊടുക്കുകയും ചെയ്യുമ്പോൾ പൊളിറ്റിക്സ് പർച്ചേസ് ചെയ്യുന്ന പർച്ചേസിംഗ് പവറാണ് BJP-യുടെ വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതെൻ്റെ നിരീക്ഷണമാണ്, ഞാൻ അത് തന്നെ പറയും. പക്ഷേ JDU-യുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു സുശാസൻ ബാബു ഇമേജ് അവിടെയുണ്ട്. അത് 2005 മുതൽ കൃത്യമായിട്ട് ആ ഇമേജ് അദ്ദേഹത്തിന് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ അദ്ദേഹത്തിന് വളരെ കൃത്യമായി എവിടെയാണ് വോട്ട് പവർ സപ്ലൈ കൊടുക്കേണ്ടതെന്നറിയാം. അത് സ്ത്രീകളിലാണ് അദ്ദേഹത്തിന് വോട്ട് ബാങ്ക്. ആ വോട്ട് ബാങ്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജാതി സമവാക്യങ്ങളെ മറികടക്കുന്ന ME സമവാക്യമായി മാറുന്നത്. ദാറ്റ് ഈസ് മൈ സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് ക്വിക്ലി ഞാൻ അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധിയുടെ അസാധാരണമായിട്ടുള്ള വീഴ്ചയാണ്. അനുരാഗ് ഠാക്കൂർ പറഞ്ഞതുപോലെ 94 ഞാൻ എണ്ണി നോക്കിയപ്പോൾ 95 പരാജയങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ചെറുതും വലുതുമായി വിവിധ സംസ്ഥാനങ്ങളിലും ജനറൽ ഇലക്ഷനുമായിട്ട് നേരിട്ടിട്ടുണ്ട്. ഏറ്റവും ദയനീയമായ കാഴ്ച, വോട്ട് ചോരിയുമായി പോയ 100 മണ്ഡലങ്ങളിൽ ഒരിടത്തു പോലും കോൺഗ്രസ് വിജയിച്ചില്ല. വോട്ടധികാർ യാത്ര നടത്തിയ 100 മണ്ഡലങ്ങളിലും സംപൂജ്യനായി പോയി എന്നുള്ളതാണ്. അത് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ചോരി, വോട്ടധികാർ യാത്രയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ വരിക, കുളത്തിൽ ചാടിയാൽ വോട്ട് കിട്ടില്ല, അത് ജനങ്ങളുടെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. അത് ഇനി രാഹുൽ ഗാന്ധി ചിന്തിക്കേണ്ട വിഷയമാണ്. അതിനെ SIR മാത്രമായി മുന്നിൽ നിർത്തി പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് രാഹുൽ ഗാന്ധി ഒരുപാട് എഫേർട്ട് എടുത്തു. അതേപോലെ പ്രശാന്ത് കിഷോർ എഫേർട്ട് എടുത്തു. 5000 കിലോമീറ്റർ നടന്നു, ആ നടത്തം പാഴായി. വോട്ടധികാർ യാത്രയിൽ നടന്ന യാത്രയും പാഴായി ാണ് മനസ്സിലാക്കുന്നത്. BJP-ക്ക് ഒരു പുതിയ നരേറ്റീവ് വേണം, ഒരു പുതിയ ആഖ്യാനം വേണം. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടേതായ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു നേതാവിനെയാണ് അവർ വിശ്വസിക്കുന്നത്. അതാണ് നിതീഷ് കുമാറിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അത് കോൺഗ്രസിന് ഇല്ലാതെ പോയതിൻ്റെ, ആ നായകത്വം ഇല്ലാതെ പോയതിൻ്റെ ലക്ഷണമായിരുന്നു. 11 ഇടങ്ങളിലാണ് അവർ പരസ്പരം പോരടിച്ചത്. 5 ഇടങ്ങളിൽ RJD-യുമായിട്ട് ഫൈറ്റ് ചെയ്യൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു മുന്നണിയിൽ ഇത് സംഭവിക്കുമോ? അവിടെ നേരിടുന്നത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ഭയക്കുന്ന നിതീഷ് കുമാറിനെയും BJP-യുമാണ്. തമ്മിൽ 5 ഇടങ്ങളിൽ RJD-യുമായിട്ട് പോരടിയാണ്. വീതം വെച്ച് കൊടുത്തതിന് ശേഷം 4 ഇടങ്ങളിൽ ആരുമായിട്ട് ഏറ്റുമുട്ടുന്നത്? CPI-യുമായിട്ട്. ഈ കോൺഗ്രസ് 4 ഇടങ്ങളിൽ CPI-യുമായിട്ട് ഏറ്റുമുട്ടുക. 60 ഇടങ്ങളിൽ മത്സരിച്ച് 6 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയതിന് മറ്റ് കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഈ CPI-യുമായിട്ട് മത്സരിക്കലായിരുന്നോ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ഈഗോ? എന്ത് ഈഗോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ 4 സീറ്റ് CPI-ക്ക് വിട്ടുകൊടുക്കാതിരുന്നത്? എന്ത് ഈഗോയ്ക്ക് വേണ്ടിയാണ് 5 സീറ്റ് RJD-ക്ക് വിട്ടുകൊടുക്കാതിരുന്നത്? ആ പൊളിറ്റിക്കൽ ഈഗോ പോലും കോൺഗ്രസ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതൊരു സൂചനയാണ് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള ടേക്ക്. അപ്പോൾ അസാധാരണമായൊരു പരാജയം രാഹുലിനും കോൺഗ്രസിനും സംഭവിച്ചിരിക്കുന്നു. അസാധാരണമായൊരു രാഷ്ട്രീയ വഴി
ബീഹാറിൽ BJP വെട്ടിത്തുറന്നിരിക്കുന്നു. അസാധാരണവും അപകടകരവുമായ ഒരു രക്ഷാകർതൃ രാഷ്ട്രീയം ബീഹാറിൽ വോട്ടായി മാറിയിരിക്കുന്നു. ഈ മൂന്നുമാണ് എൻ്റെ വിഷയത്തിൽ. ബീഹാറിലേത് അസാധാരണ ജയമോ എന്നുള്ളതാണ്. ബി ജെ പിക്കും JDUവിനും അർഹിച്ച വിജയം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജാതി സമവാക്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്ത് അതിനനുസരിച്ച് സീറ്റുകൾ വിഭജിച്ച് എല്ലാ ഘടകകക്ഷികളെയും യോജിപ്പിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടതിൻ്റെ വിജയം എന്നുള്ളതാണ്. ഞാനിപ്പം ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ LJPക്ക് 29 സീറ്റ് കൊടുത്തു. അന്നേരം JDU തന്നെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് LJPക്ക് ഇത്ര സീറ്റ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ BJP പറഞ്ഞതിന് കാരണം പല മണ്ഡലങ്ങളും അവർക്ക് സ്വാധീനമുണ്ട്. കാരണം അവരെന്താണ്, അവരൊരു സോഷ്യലിസ്റ്റ് പാർട്ടിയായി വളർന്നു വന്ന രാംവിലാസ് പാസ്വാനിൻ്റെ കീഴിൽ വളർന്നു വന്ന ഒരു പാർട്ടിയാണ്. പല സ്ഥലങ്ങളിൽ അവർക്ക് 10,000, 20,000, 25,000 വോട്ടുകൾ അതിൻ്റെ സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് 29 സീറ്റ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്തും ആ സമയത്തും അവർ 5 സീറ്റിൽ ജയിച്ചു വന്നു. കാരണം അവർക്ക് അധികം സീറ്റ് കൊടുത്തു, 10-ലധികം സീറ്റ് അവരിൽ കൊടുത്തിട്ട് മത്സരിക്കാൻ പറയുകയാണ്. അപ്പോൾ 5 സീറ്റിൽ ജയിച്ചു വന്നു. അത് ഒരു ചെറുപ്പക്കാരൻ്റെ പാർട്ടി. അപ്പം ചെറിയ സംവിധാനങ്ങളെ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ ജാതി സമവാക്യങ്ങളെ ഒരുപോലെ അടുപ്പിച്ച് നിർത്താനും ഈ JDUവിനും BJPക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് നേരെ തിരിച്ച് ഈ പറഞ്ഞ തേജസ്വി യാദവിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കോളൂ, കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കോളൂ. കോൺഗ്രസ് ഈ പറയുന്നത് എന്താണ്, ഇങ്ങനെയാണ് പറയുന്നത്, ഇത് മുസ്ലിം യാദവ വോട്ടുകൾ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പറയുന്നു. ഈ മുസ്ലിം യാദവ വോട്ട് നമ്മുടെ കയ്യിലാകുമെന്ന് പറയുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യും, ഈ അസറുദ്ദീൻ ഒവൈസീനെ മാറ്റി നിർത്തും. അയ്യോ ആ മുസ്ലിംസിന് ഞങ്ങൾക്ക് വേണ്ട, ഈ മുസ്ലിംസ് ഞങ്ങൾക്ക് മതി എന്ന് പറയും. അപ്പോൾ എന്താ അതിന് കാരണം? അതിന് കാരണം എന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനം BJPയും JDUയോടെ നിൽക്കുന്നത്. JDU എന്താണ്, സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഒരു അടിത്തറ. 2005 ശേഷം JDUവിന് മാത്രമാണ് JDU ആരുടെ കൂടെ നിൽക്കുന്നു അവർ ജയിക്കുന്ന അവസ്ഥയിലാണ്. 2005 ശേഷം ഈ പറഞ്ഞ കർപ്പൂരി താക്കൂറിൻ്റെ ശേഷം, ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ആ സ്ഥലത്തേക്ക് കയറി വന്നത് JDU ആണ്. അവിടെ കയറി വന്നത് സോഷ്യലിസ്റ്റ് പാർട്ടികളാണ്. അതിൽ സോഷ്യലിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവ് ആകെ തോറ്റ് തുന്നമ്പാടി സൈഡായി. അതിൻ്റെ കൂടെ അത് സപ്പോർട്ട് ചെയ്ത് കോൺഗ്രസ് നിൽക്കുകയാണ്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിനെ പൂർണ്ണമായി ബീഹാർ ഒഴിവാക്കി. അവിടെ കയറി വന്നത് ആരാ? ഈ പറഞ്ഞ സോഷ്യലിസ്റ്റ് പാർട്ടികളാണ്. ഈ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ കൂടെ നിൽക്കാൻ JDUവിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളതാണ്. അത് കണക്കാക്കി BJP എന്ത് ചെയ്യുന്നു, BJP JDU എന്താണോ തീരുമാനിക്കുന്നത് അതിനൊപ്പം നിൽക്കുകയാണ്. അവർ JDUവിൻ്റെ മുഖ്യമന്ത്രി ഇതാ നിതീഷ് കുമാറാണ് JDUവിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയാതെ പറയുകയാണ്. അത് നല്ല രീതിയിൽ കഴിയും. അപ്പോൾ 2005 ശേഷം JDU എങ്ങനെയാണോ ബീഹാറിനെ തീരുമാനിക്കുന്നത് അതുപോലെ കൈകാര്യം ചെയ്ത് പോകണം. സ്മൃതി മേഡം നേരത്തെ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിൽ സൈക്കിൾ കൊടുത്തിട്ടാണ്, അതുപോലെ ജയലളിത സൈക്കിൾ കൊടുത്തു, DMK വന്നപ്പോൾ TV കൊടുത്തു, സാരി കൊടുത്തല്ല TV കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഇലക്ഷനുമായി മുന്നോട്ട് അന്ന് കാലത്ത് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അത് നല്ല രീതിയിൽ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞത് വോട്ട് രാഷ്ട്രീയം നമ്മൾ ഈ ആരോപണം പറഞ്ഞുകൊണ്ട് നേടാൻ കഴിയുന്ന കാര്യമല്ല. വോട്ട് രാഷ്ട്രീയത്തിൽ ജയിച്ചാൽ 5 വർഷം ഭരണം എന്നുള്ള നിലയിലാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. കാരണം ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ വോട്ട് ചോരിയും ഒരു ഉന്തുവണ്ടിയിൽ മുഴുവൻ രേഖകളും കൊണ്ട് കൊടുത്ത ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. കാരണം വിദ്യാഭ്യാസത്തിൽ വളരെ താഴെയില്ല, സാമ്പത്തികമായി വളരെ താഴെയുള്ള ആൾക്കാരാണിത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും വീട്ടിൽ TV ഇല്ല. നിങ്ങൾ ആ മണ്ഡലങ്ങളിൽ യാത്ര ചെയ്തോളൂ. നമ്മുടെ ആദിൽ പാലോട് ചോദിച്ചറിയാം, ഒരു സിനിമ തിയേറ്റർ പോലും ഇല്ലാത്ത പല മണ്ഡലങ്ങളുമാണ്. അവരുടെ കയ്യിൽ ഈ പറയുന്ന സ്മാർട്ട് ഫോണുകൾ വളരെ കുറവാണ്. അവിടുത്തെ യുവാക്കളെല്ലാം ആ ബീഹാറിന് പുറത്ത് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. അവിടെയാണ് നമ്മൾ വലിയ രീതിയിൽ LED സ്ക്രീൻ ഇട്ടിട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റി അതല്ല. ഞാൻ ഡയറക്റ്റായി പോയി വോട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കള്ളവോട്ട് ഫീൽ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതാണോ രാഷ്ട്രീയം എന്നുള്ളതാണ്. ചിലപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു രാഷ്ട്രീയമായിരിക്കും, പക്ഷേ ആ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട സമയം എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ്റെ മുന്നോടിയായിട്ടല്ല. അതുപോലെ തന്നെ ഇവരുടെ കൂടെ നിൽക്കുന്ന ഈ കോൺഗ്രസിൻ്റെയും ഈ RJDയുടെയും കൂടെ നിൽക്കുന്ന പാർട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. അവർക്കൊന്നും ഇപ്പം ഞാൻ പറയാം, CPI ഉണ്ട്, CPI-ML ഉണ്ട്, അതുപോലെ തന്നെ CPI-M ഉണ്ട്, ഈ RJD ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഇത്രയും പാർട്ടികൾ, ആ പാർട്ടികൾക്ക് ന്യായമായ രീതിയിൽ 10 സീറ്റ് മര്യാദയ്ക്ക് വീതം വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഡൽഹിയിൽ പോയി ചർച്ച ചെയ്ത് തിരിച്ചു വരുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് ബീഹാറിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അവിടെ ഇറങ്ങാൻ വേണ്ടി ജനങ്ങൾ തടയാണ്, എയർപോർട്ടിൽ തടയാണ്. നിങ്ങൾ തീരുമാനിച്ച് വരണ്ട, ഞങ്ങളോട് ആലോചിക്കുകയാണ്, തീരുമാനിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതെന്നാണിത് കോൺഗ്രസ്സിന് പഠിക്കാൻ കഴിയുക? കാരണം ഇന്ത്യ മുന്നണിയെ ഞാൻ പല സ്ഥലങ്ങളും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞു, ഈ ഡൽഹിയിൽ തോൽക്കുന്ന സമയത്തും ഈ പറയുന്ന പല മണ്ഡലങ്ങളിൽ തോൽക്കുന്ന സമയത്തും ഞാൻ പറയുന്ന കാര്യമുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണിൻ്റെ ഭാഗമായ ആൾക്കാർക്കെതിരെ മത്സരിക്കും. അത് മത്സരിക്കുന്നത് അതും ചിലപ്പം ഫ്രണ്ട്ലി മാച്ച് എന്ന് പറയും. മഹാഗഠബന്ധൻ എന്ന് പറയും. മഹാഗഠബന്ധൻ ആരാണ്? BJP RJD അല്ലേ, അല്ല JDU അല്ലേ?
അപ്പം ഒന്ന് നോക്കിക്കേ. അപ്പം പിന്നെ ഈ മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന സമയത്ത് ഒരു മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമയോടെ നിൽക്കുകയും മറ്റേ മുന്നണി ഒത്തൊരുമ ഇല്ലാതെ നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ BJPയുടെ ഒരു അരുൺ സാർ പറഞ്ഞ കാര്യമാണ്, വലിയ കാര്യമാണ്. കാരണം എന്താ, കോടിക്കണക്കിന് രൂപ ഒരു സംസ്ഥാനത്തേക്ക് ഒറ്റയടിക്ക് വരുന്നു, വലിയ രീതി വികസനം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മതിയെന്നേ. ജനങ്ങളെ സംബന്ധിച്ച് 55,000 കോടി രൂപ കേന്ദ്രം തരുന്ന പാർട്ടിയുടെ കൂടെ നിൽക്കണോ, അധികാരമില്ലാതെ പൈസയൊന്നും തരാത്ത ഇവരുടെ കൂടെ നിൽക്കണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല. അത് പല സംസ്ഥാനങ്ങൾക്കും വരും. പിന്നെ ഇവർ ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. കർണാടകയിൽ ഞാൻ വിചാരിക്കുന്നത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി ഉണ്ടല്ലോ ശിവകുമാറിൻ്റെ പ്രഭയോട് കയറി വന്നതാണ് അവിടെ അധികാരത്തിൽ എന്ന് പറയാം. ബീഹാറിൽ അങ്ങനെ ആരാ നേതാവ്? അങ്ങനെ നേതാവില്ല. പല സംസ്ഥാനം ഇപ്പോൾ കേരളത്തിൽ നമുക്കൊരു വലിയ രീതിയിൽ പിന്നെ മുന്നോട്ട് വെക്കാൻ പറ്റും. കാരണം എന്ത് പറഞ്ഞാലും നമ്മൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പിന്നെ KC വേണുഗോപാൽ എന്ന് പറയും. അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. ബീഹാറിൽ ഇലക്ഷൻ വന്നു, രാഹുൽ ഗാന്ധി വരണം, KC വേണുഗോപാൽ വരണം, ജാഥ നടത്തണം, 100 മണ്ഡലത്തിൽ കൂടെ പോകണം. കേരളത്തിൽ വരുന്നു, പ്രിയങ്ക ഗാന്ധി വരണം, രാഹുൽ ഗാന്ധി വരണം, 100 മണ്ഡലത്തിൽ പോകണം. തമിഴ്നാട്ടിൽ ഇലക്ഷൻ വരണം, ഇവർ വരണം, മുന്നോട്ട് പോകണം. ഇങ്ങനെയാണ് ഒരു പാർട്ടിനെ വളർത്തേണ്ടത്. സംസ്ഥാന തലത്തിൽ വലിയ രീതിയിൽ ആളെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ വിജയിച്ചെടുക്കാം. സ്റ്റെപ്പായി മുന്നോട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ തിരിച്ചടി അല്ലാതെ വേറെ മാർഗമില്ല. ഓക്കെ, എന്താ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞത് നേരത്തെ ഈ അമേഠി മണ്ഡലത്തിൽ ഒരു കർഷകനെ തല്ലിക്കൊന്നു. കോൺഗ്രസിന്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇതുവരെ രാഹുൽ ഗാന്ധി പോയിട്ടില്ല. രാഹുൽ ഗാന്ധി അല്ല ഇപ്പോ, പക്ഷേ രാഹുൽ ഗാന്ധി പോയിട്ടില്ല മണ്ഡലത്തിൽ ഇതുവരെ. അമേഠി കോൺഗ്രസിന്റെ അത്ര കണക്ടിവിറ്റി എന്നൊരു കാര്യമുണ്ട്, അത് കോൺഗ്രസിന് ഇല്ല. അത് കയ്യിൽ പോവാണ്, ഓരോ സമയത്ത് കയ്യിൽ പോകുന്നുള്ള. സുജയിലേക്ക് എത്തിയാൽ, സുജയ, അസാധാരണമായ വിജയമാണോ? അസാധാരണം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പോസിറ്റീവ് കോണ്ടെക്സ്റ്റിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ അട്ടിമറികൾ നടന്നിട്ടുള്ളൊരു വിജയമാണ് എന്നുള്ള ഒരു കൊണോട്ടേഷൻ അതിനുണ്ടെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല. ഇത് അർഹിച്ച വിജയമാണ്. ഇത് NDAയുടെ ഐക്യത്തിന്റെ വിജയം എന്ന് നിതീഷ് കുമാറിന്റെ ആദ്യ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇത് NDAയുടെ ഐക്യത്തിന്റെ വിജയമാണ്. വലിയ ഭൂരിപക്ഷം നൽകി സർക്കാരിൽ വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ സർക്കാരിൽ വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പിന്തുണയ്ക്കടക്കം നന്ദി അറിയിക്കുന്നു. അപ്പോൾ ചിരാഗ് പാസ്വാൻ, ജിതൻ റാം മാഞ്ചി, ഉപേന്ദ്ര കുശ്വാഹ, നിതീഷ് കുമാർ ഒരു ഐക്യത്തോടെ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു വിജയം എന്നതാണ് ഇന്നത്തെ ബീഹാർ വിജയത്തെ ഞാൻ പറയുക. കാരണം മറുഭാഗത്തും ഇതേ രീതിയിൽ സഖ്യമായി നിൽക്കുന്നു. എന്നാൽ സഖ്യത്തിനുള്ളിൽ മത്സരമാണ്. നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇവിടെ വിശ്വാസമാണ് ബീഹാറിലെ ജനങ്ങൾക്ക്. അത് നിതീഷ് കുമാറിനെയും നരേന്ദ്രമോദിയെയും, ആ രണ്ട് വിശ്വാസത്തിന്റെയും പ്രതിഫലനമാണ് സ്ത്രീകളടക്കമുള്ള വലിയ നിര പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി. അതിപ്പോൾ വോട്ടായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഏത് ബാലറ്റിലാണ് പതിഞ്ഞത്, അല്ലെങ്കിൽ ഏത് ചിഹ്നത്തിലാണ് പതിഞ്ഞത് എന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആയിരിക്കുകയാണ്. ഇത് സമാനതകളില്ലാത്ത വിജയമാണ്. ഇത് ജനപക്ഷ മനോഭാവം എടുത്ത രാഷ്ട്രീയത്തിനുള്ള വിജയം കൂടിയാണ്. ഇവിടെ ഇപ്പോൾ വോട്ട് ചോരി എത്രത്തോളം ചർച്ചയായി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10% താഴെ മാത്രമേ ആ വിഷയം തന്നെ ചർച്ചയായിട്ടുള്ളൂ. ബാക്കി 90% ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് അവിടെ വോട്ടായി മാറിയത് എന്നുള്ളത് ഇനിയെങ്കിലും നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവർ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. കാരണം 1.5 കോടി വനിതാ സംരംഭകരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയുടെ കാര്യമാണ് നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ 10,000 രൂപ. അത് വെറുതെ അങ്ങ് കൊടുക്കുന്നതല്ല. 1.5 കോടി വനിതാ സംരംഭകർ, മുഖ്യമന്ത്രി മഹിളാ റോജ്ഗർ യോജന, ആ പദ്ധതി അവിടെ നടപ്പാക്കിയത്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ അത്രയും സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബീഹാർ 6.5 പതിറ്റാണ്ട് കാലം ഇരുട്ടിലായിരുന്നു. ശരിയാണ്, ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്താൻ സമയമെടുക്കും. മാഡം പറഞ്ഞതുപോലെയുള്ള ഗ്രാമങ്ങളൊക്കെയുണ്ട്. അതൊക്കെ മെച്ചപ്പെടാനായി നിതീഷ് കുമാർ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ കാണാതെ ഒരു ഭാഗത്ത് കിടക്കുന്ന, അത് നിതീഷ് കുമാർ വന്നപ്പോൾ പെട്ടെന്നുണ്ടായ കീഴ്പോട്ടുള്ള പോക്കല്ല. പണ്ട് മുതലേ ബീഹാർ അങ്ങനെയാണ് കിടക്കുന്നത്. കോൺഗ്രസ് 2 പതിറ്റാണ്ട് കാലം അവിടെ ഭരിച്ചതാണ്. അതിനുശേഷം ഭരണത്തിൽ പങ്കാളിയായതാണ്. എന്നിട്ട് എന്താണ് അവിടെ ചെയ്തത് എന്നുള്ളത് തിരിച്ച് ജനം ചോദിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അപ്പോൾ 1.67 കോടി ഉപഭോക്താക്കൾക്ക് 125 മെഗാവാട്ട് സൗജന്യ വൈദ്യുതി എത്തിയതും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂട്ടിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ നേരിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു സർക്കാരാണ്. അങ്ങനെയുള്ള ഒരു സർക്കാരിനെ ഞങ്ങൾക്ക് വേണം. ആ സർക്കാർ മാറേണ്ടതില്ല. അവിടെ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുന്ന അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതാണ് ജനങ്ങൾക്ക് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെതായിട്ടുള്ള ധാരണകൾ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന ഒരാളെ ഞങ്ങൾക്ക് വേണ്ടെന്നേ. അത് ബീഹാർ കൃത്യമായി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. മഹാസഖ്യം എന്ന് പറയുന്നത് ഒരു മഹാദുരന്തമായി മാറിയ കാഴ്ചയാണ് ഇന്ന് ബീഹാറിൽ വോട്ടെണ്ണുമ്പോൾ നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധിക്ക് അഭിമാനിക്കാം. തുടർച്ചയായി പരാജയങ്ങൾ ആ മുന്നണിക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ആ പരാജയ നേതൃത്വത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു ദേശീയ ബദലാകാൻ നരേന്ദ്രമോദിക്ക് ഒരു എതിരാളിയാകാൻ കഴിവില്ല എന്ന് രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇനി പ്രായമായിരുന്നല്ലോ പ്രശ്നം. നിതീഷ് കുമാറിന്റെ 85 റാലികളിൽ തേജസ്വി പങ്കെടുത്തെങ്കിൽ 84 റാലികളിൽ പ്രായമായ ആ ചാച്ച പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുത്ത റാലികൾ കടന്നുപോയ ഇടങ്ങളിലെല്ലാം അത് സീറ്റായി മാറിയിട്ടുമുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി വോട്ടധികാർ റാലിയുമായി അവിടെ വന്ന് തേജസ്വിക്ക് ഉണ്ടായിരുന്ന സാധ്യതകൾ കൂടി
കെടുത്തി കളയുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി പോയ ഇടങ്ങളിലൊന്നും പുല്ല് മുളച്ചില്ല എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ആ പോയ വഴി പുല്ല് മുളച്ചില്ലെന്നല്ല, സീറ്റും കിട്ടിയില്ല, ജയിക്കേണ്ടിയിരുന്ന മണ്ഡലങ്ങളിൽ വരെ തോറ്റുപോവുകയും ചെയ്തു. നേരത്തെ പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ വരെ മാറിക്കുത്തി ഇദ്ദേഹത്തിന്റെ ആ റാലി കടന്നുപോയ വഴികളിൽ. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഗവേണൻസ് എന്താണെന്ന് ബീഹാർ തിരിച്ചറിയുകയാണ് നിതീഷിലൂടെ. അച്ചടക്കവും അന്തസ്സുമുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിതീഷ് തുടർച്ചയായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 10ാമത്തെ തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ നിതീഷ് കുമാറിന് അത് ജനങ്ങൾ സമ്മാനിച്ചതാണ്. അപ്പോൾ വെറും 3% മാത്രം വരുന്ന പിന്നോക്ക കുർമി സമുദായത്തിൽ നിന്നുള്ള നിതീഷ് കുമാറിന്റെ ചാണക്യ ബുദ്ധി പ്ലസ് നരേന്ദ്രമോദി, അമിത്ഷാ ഈ കൂട്ടുകെട്ടിനൊപ്പം ചേരുമ്പോൾ അതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ടോറൽ പൊളിറ്റിക്സ് മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് കൃത്യമായി അത് എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നിലായിപ്പോയ ആളുകളെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ അത് ഒറ്റ ഘട്ടം കൊണ്ട് അല്ലെങ്കിൽ 2 ഘട്ടം കൊണ്ടൊന്നും കഴിയുന്ന ഒരു സാഹചര്യമല്ല ബീഹാറിൽ. അപ്പോൾ ഇവിടെ ജെൻസിയുടെ പ്രക്ഷോഭം ഉണ്ടാകുമെന്നൊക്കെ RJDയുടെ ഒരു നേതാവ് ഇന്ന് രാവിലെയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജെൻസിയുടെ പ്രതിനിധിയായി ഈ മന്ത്രിസഭയിൽ തന്നെ ഒരാൾ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. മൈഥിലി ഠാക്കൂർ, 25 വയസ്സ് മാത്രം പ്രായമുള്ള അലിനഗർ നിയമസഭാ സീറ്റിൽ നിന്ന് മത്സരിച്ച മൈഥിലി ഠാക്കൂർ ജെൻസിയുടെ പ്രതിനിധിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ MLA, 8000-ലധികമാണ് ഭൂരിപക്ഷം. പക്ഷേ തേജസ്വി യാദവ് കിടന്ന് പിടയ്ക്കുകയായിരുന്നു വൈകിട്ട് 5 മണി വരെ. അവസാന റൗണ്ട് വരെ എത്തേണ്ടി വന്നു തേജസ്വി യാദവിന് ഫാമിലി ബാസ്റ്റണിൽ ഒരു വിജയത്തിലേക്ക് എത്താൻ. അപ്പോൾ ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. തെറ്റായ മാർഗം സ്വീകരിക്കുന്നവർക്കൊപ്പം ജനം നിൽക്കില്ല എന്ന് വ്യക്തമാകുന്ന വിജയമാണ്. അതോടൊപ്പം തന്നെ ഗംഗാ നദി ബീഹാറിലൂടെ ഒഴുകി. എനിക്ക് ഇവിടേക്ക് സംസാരിക്കാനായി കിട്ടിയിട്ട് ഇപ്പോൾ 4 മിനിറ്റേ ആയിട്ടുള്ളൂ. ഞാൻ പൂർത്തിയാക്കിയിട്ടേ നിർത്തുകയുള്ളൂ, താങ്കൾ ഇടപെട്ടാലും. സ്ത്രീകളും യുവാക്കളും ഒക്കെ ഈ കാടത്ത ഭരണത്തിനെതിരെ വോട്ട് ചെയ്തിരിക്കുന്നു, ജംഗിൾ രാജിനെതിരെ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതൊരു ഫാക്റ്റാണ്. 48.1% വോട്ട് നേടുമ്പോൾ മറുഭാഗത്ത് 35.49 ജിമ്മി സാർ 10%-ലധികമാണ്. ഇനിയും വോട്ട് ചോരിയാണ് അല്ലെങ്കിൽ ഇലക്ടറൽ പോൾ മാനേജ്മെന്റ് ആണ് എന്ന് പറയുന്ന ന്യായങ്ങളൊന്നും ജനം വിശ്വസിക്കില്ല. അവരെയൊക്കെ പുച്ഛിച്ച് നൽകുകയുള്ളൂ. വീണ്ടും 61 സീറ്റിൽ മത്സരിച്ചു, 11 സീറ്റിൽ കൂടെ ഉണ്ടായിരുന്നവർക്കെതിരെ മത്സരിച്ചു, അവരെയും തോൽപ്പിച്ചു. അങ്ങനെ പൊട്ടിയിട്ടപ്പോൾ കുറ്റം നരേന്ദ്രമോദിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അല്ലെങ്കിൽ ജ്ഞാനേഷ് കുമാറിനെ അങ്ങ് കുറ്റം പറഞ്ഞോളൂ. ആ കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്തായാലും 9 to 5 ബ്ലെയിം ഗെയിം പൊളിറ്റീഷ്യൻ ഒപ്പം നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ് കേട്ടോ. ആ 9 to 5 ബ്ലെയിം ഗെയിം പൊളിറ്റീഷ്യൻ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഇനിയും ആ തോൽവി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്ത് പറയാനാണ്? 2 പതിറ്റാണ്ടിനിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 95 തെരഞ്ഞെടുപ്പ് തോൽവികൾ ഉണ്ടായ ഇടങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമുണ്ട്. നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പുകളുണ്ട്, പോയി റാലി നടത്തിയ തെരഞ്ഞെടുപ്പുകളുണ്ട്. 95 അത് സെഞ്ചുറി അടിക്കാൻ പോവുകയാണ് എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ. എന്തായാലും ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ ടേക്ക്. എല്ലാ മേഖലകളിലും NDA നേടുന്ന സർവാധിപത്യം. ഇവിടെ മഗധ് എന്ന് പറയുന്നത് RJDയുടെ അടിത്തറ ഇളക്കിക്കൊണ്ടുള്ള വിജയമാണെന്ന് അതിനെയൊന്നും ചെറുതാക്കി കാണാൻ കഴിയുകയില്ല. സ്ട്രൈക്ക് റേറ്റ് എത്രയാണെന്ന് നോക്കണം. കോൺഗ്രസിന് കിട്ടിയ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 10%-എങ്കിലും വന്നിരുന്നെങ്കിൽ കോൺഗ്രസിനെ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. എത്ര മോശം സ്ട്രൈക്ക് റേറ്റ് ആണ് അവിടെ. ജൻസുരാജ് പാർട്ടി അവിടെ സെഫോളജിസ്റ്റ് തന്നെ പ്രെഡിക്റ്റ് ചെയ്തതിന് അപ്പുറത്തെ തോൽവിയിലേക്ക് അദ്ദേഹം തന്നെ പോവുകയാണ്. അപ്പോൾ പിടിച്ചു കെട്ടാൻ കഴിയില്ല. നരേന്ദ്രമോദി നിതീഷ് എന്ന് പറയുന്നത് ഒരു ഡെഡ്ലി കോംബോയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിനെങ്കിലും തേജസ്വി ഒരു കാര്യം ചെയ്യണം. തേജസ്വി നല്ല മിടുക്കനാണ്, പക്ഷേ തേജസ്വിയുടെ കൂട്ടുകെട്ട് പാളിപ്പോയി. മോശം കൂട്ടുകാരനെ തെരഞ്ഞെടുത്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തതാണ്. രാഹുൽ പറഞ്ഞതനുസരിച്ച് സീറ്റും വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലും അതിന് പിന്നാലെ കുറേയൊക്കെ പോയതാണ് തേജസ്വിക്ക് തോൽവി സമ്മാനിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഈ ഒരു തെറ്റ് തേജസ്വി ആവർത്തിക്കില്ല. എല്ലാ എക്സിറ്റ് പോളുകളും മറികടന്നിരിക്കുകയാണ്. എക്സിറ്റ് പോളുകളൊന്നും എക്സാക്ട് പോളുകളാകില്ല എന്ന് പറഞ്ഞ സുഹൃത്തുക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എക്സിറ്റ് പോളിനും അപ്പുറമുള്ള ഒരു വിജയത്തിലേക്ക് NDA എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. 101 സീറ്റിൽ മത്സരിച്ചു, സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്നുള്ളത് നല്ല അന്തസ്സോടെ നേടി തന്നെയാണ് BJP അവിടെ നിൽക്കുന്നത്. അല്ലാതെ അവിടെ മറ്റ് ആരോപണങ്ങളൊന്നും വിലപ്പോകില്ല. ഇവിടെ അതുപോലെ തന്നെ തേജസ്വിക്ക് നഷ്ടപ്പെട്ട സീറ്റുകൾ അത് മുസ്ലിം വോട്ടുകളിലടക്കം, മുസ്ലിങ്ങൾ കൂടുതലുള്ള മേഖലകളെക്കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അവിടെ അടക്കം വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. 2024 നിങ്ങൾ ഇപ്പോൾ ഒരു സഖ്യത്തിലൂടെയാണല്ലോ ഭരിക്കുന്നത് എന്ന് പറഞ്ഞവർക്ക് മുന്നിലേക്ക് ആ സഖ്യത്തിലൂടെ ഭരിച്ചുകൊണ്ട് തന്നെ ആ സഖ്യത്തിലുള്ള നേതാക്കൾ നയിക്കുന്ന സംസ്ഥാനങ്ങളിൽ മികച്ച വിജയം സമ്മാനിച്ചുകൊണ്ടാണ്, അതായത് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ചേർത്ത് നിർത്തും, അത് മികച്ച വിജയത്തിലേക്ക് കൊണ്ടുവരുമെന്ന് കാണിച്ചു കൊടുത്ത നേതാവിന്റെ പേര് നരേന്ദ്രമോദി എന്നാണ്, രാഹുൽ ഗാന്ധി എന്നല്ല. ഇനി റിഗിംഗ്, EVM മാനിപ്പുലേഷൻ, അതുപോലെ തന്നെ വോട്ട് ചോരി, ഇതെല്ലാം പറഞ്ഞിട്ടും എന്തായി? ഇനിയെങ്കിലും സ്വയം ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റൂല, കൂട്ടിയാൽ കൂടില്ല എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയണം. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ്. അവിടെ തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച പോയിട്ടല്ല പ്രചാരണം നടത്തുന്നത്, തുടർച്ചയായി ചിട്ടയായിട്ടുള്ള പ്രചാരണത്തിലൂടെ പോയി തന്നെയാണ് വിജയം. ഒരാളെ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മോദിയുടെ ഹനുമാൻ ചിരാഗ് പാസ്വാനാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കയ്യടി കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ആൾ. 2020 ഒറ്റ സീറ്റായിരുന്നു. ആ ഒറ്റ സീറ്റിൽ നിന്നാണ് 2025 ആകുമ്പോഴേക്കും 29 സീറ്റ് ചോദിച്ചു വാങ്ങിച്ചു. അതിൽ വിജയിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് വേണ്ടത്. അങ്ങനെയുള്ള യുവ നേതാക്കൾ വളർന്നു വരുന്നത് ബീഹാറിന്റെ ഒരു പുതിയ കാഴ്ച തന്നെയാണ്. എന്തായാലും പിന്നോക്ക മുസ്ലിം വോട്ടുകളൊക്കെ 90-ൽ VP സിംഗ് മണ്ഡൽ കമ്മീഷൻ പൊടിതട്ടി എടുത്ത് കോൺഗ്രസിനെ ചിതറിച്ചത് അതിപ്പോൾ BJPക്ക് ഇവൻച്വലി ഗുണമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും 1% പോലും ഈ ബെൽറ്റിൽ കോൺഗ്രസിന് ഇപ്പോൾ അടിത്തറയില്ല എന്നത് കോൺഗ്രസ് തിരിച്ചറിയണം. ഇനി എന്തായാലും ഈ വർഗീയ കാർഡും ജാതി കാർഡും ഒന്നും അധികകാലം വിലപ്പോകില്ല. ഇത് കേരളത്തിനും കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. വികസനമാണ് ഇനി വോട്ടായി മാറുക. അടുത്തത് കേരളത്തിന്റെ ഊഴമാണ്. ഒറ്റ കാര്യം മാത്രം എനിക്ക് ചോദിക്കാനുണ്ട്, സമയത്തിന് പരിമിതി ഉണ്ടെന്നറിയാം. അന്ന് പറഞ്ഞ ഈ രേവഡി പൊളിറ്റിക്സിനെ കുറിച്ചുള്ള വാദത്തിൽ മോദി ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇപ്പോഴും?
അപ്പോൾ അസാധാരണ ജയമോ എന്നുള്ളതായിരുന്നു ചോദ്യം. യെസ് എന്ന് 6 പേർ, നോ എന്നൊരാളും പറഞ്ഞിട്ടില്ല. ഇത് അസാധാരണ വിജയമെന്ന് 6 പേരും. Meet the editors.